നമസ്കാരം, ഞാൻ ദീപ്തി. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. നാടുണർത്തി നവകേരളം. പിണറായിയുടെ നവകേരള യാത്രയ്ക്ക് കാസർഗോട്ട് ഉപ്പളയിൽ ആവേശമുണർത്തി തുടക്കം. മാർച്ചിന്റെ ലക്ഷ്യം വികസന അജണ്ടയെന്ന് ഉദ്ഘാടന വേദിയിൽ പാർട്ടി മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി VSന്റെ പ്രസംഗം. ഭരണമാറ്റം കേരളത്തിൽ നിന്ന് തുടങ്ങി രാജ്യമൊട്ടാകെ പടരണം. പിണറായിയുടെ യാത്ര ഇടതുപക്ഷം അധികാരത്തിലെത്താനുള്ള പശ്ചാത്തലമൊരുക്കുമെന്നും VS. ഭരണ തുടർച്ച നേടാൻ UDF സർക്കാരിനാകില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. അഴിമതിയുടെ കുംഭമേള നടക്കുന്ന സംസ്ഥാനമായി കേരളം മാറി. ലാവ്ലിൻ കേസ് വീണ്ടും കുത്തിപ്പൊക്കിയത് രാഷ്ട്രീയ ലാക്കോടെ. ജാഥയിൽ ലാവ്ലിൻ ചർച്ചയാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി. ശരണഗിരിയിൽ ജ്യോതി സായുജ്യം. കലിയുഗവരദന്റെ കരുണാകടാക്ഷം പോലെ ഭക്തകോടികൾക്ക് ജന്മപുണ്യം പകർന്ന് ശബരിമലയിൽ മകരജ്യോതി ദർശനം. പൊന്നമ്പലമേടിന്റെ ദിവ്യരഹസ്യമായി അനുഗ്രഹ ജ്യോതിസ് മെഴി തുറന്നത് 3 വട്ടം. ശരണമന്ത്രങ്ങൾ ഹൃദയജപമാക്കി മലചവിട്ടിയ തീർത്ഥാടകർക്ക് ഇനി ദർശന സായുജ്യത്തിന്റെ നിർവൃതിയിൽ മടക്കം. ലാവ്ലിനിൽ വീണ്ടും വാദം. ലാവ്ലിൻ കേസിൽ CBIയുടെ റിവിഷൻ ഹർജിയിൽ ഉടൻ വാദം കേൾക്കണമെന്ന സർക്കാർ ആവശ്യത്തിന് ഹൈക്കോടതിയുടെ അനുമതി. ഹർജിയിലെ വാദം ഫെബ്രുവരി 2ാം വാരം തുടങ്ങണം. സർക്കാർ ഖജനാവിന് നഷ്ടമുണ്ടായതിനാൽ അടിയന്തരമായി ഹർജി കേൾക്കേണ്ടതുണ്ടെന്നും നിരീക്ഷണം. സർക്കാരിന്റെ വാദങ്ങൾ കാര്യമുള്ളതെന്ന് കോടതി. കേസ് വേഗം തീർക്കണമെന്നാവശ്യപ്പെട്ട പ്രതികൾ എന്തിനു പിന്മാറുന്നു? CBIയുടെ വാദം ഗൌരവമുള്ളത്. വിഷയത്തിൽ വിശദമായ വാദം കേൾക്കേണ്ടതുണ്ടെന്നും ഹൈക്കോടതി. കേസിൽ ഹൈക്കോടതിയിൽ സർക്കാരിനെ തള്ളി CBI. കേസ് തിടുക്കപ്പെട്ട് പരിഗണിക്കേണ്ടതില്ലെന്ന് ആവശ്യം. സർക്കാർ ഹർജി നവകേരള യാത്രയെ ലക്ഷ്യം വെച്ചുള്ളതെന്ന് പിണറായിയുടെ അഭിഭാഷകൻ. ചുരുളടിയാത്ത ദുരൂഹത. സുനന്ദ പുഷ്കറിന്റെ ആന്തരാവയവങ്ങളുടെ പരിശോധനാ ഫലം ഡൽഹി പോലീസിന്. എയിംസിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം കൈമാറിയ മെഡിക്കൽ റിപ്പോർട്ടിൽ മരണകാരണം വിഷം ഉള്ളിൽ ചെന്ന് തന്നെയെന്ന് സ്ഥിരീകരണം. കേസിൽ ശശി തരൂരിനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നും സൂചന. മരണകാരണം വിഷമെന്ന നിഗമനത്തിലെത്തിയത് മറ്റെല്ലാ സാധ്യതകളും വിലയിരുത്തി തള്ളിക്കളഞ്ഞ ശേഷമെന്ന് എയിംസ് അധികൃതർ. എന്നാൽ സുനന്ദയുടെ ശരീരത്തിൽ നിന്ന് പൊളോണിയത്തിന്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും ഡോക്ടർമാർ. പുലിവാലാകുന്ന പ്രവേശനം. ശബരിമലയിൽ സ്ത്രീ പ്രവേശനം ആവശ്യപ്പെട്ട് ഹർജി നൽകിയ അഭിഭാഷകനെതിരായ വധഭീഷണി ഗൌരവമുള്ളതെന്ന് സുപ്രീംകോടതി. ഹർജിക്കാരൻ പിന്മാറിയാലും അമിക്കസ് ക്യൂറിയെ വെച്ച് കേസ് നടത്തും. 18-ന് തന്നെ കേസ് പരിഗണിക്കുമെന്നും കോടതി. അഭിഭാഷകനെ ഭീഷണിപ്പെടുത്തിയത് ഗുരുതരമായ കാര്യം. പരിശോധിക്കുന്നത് ഭരണഘടനാ പ്രശ്നം. ഹർജിക്കാരൻ പിന്മാറിയാൽ ഹരീഷ് സാൽവെയെ അമിക്കസ് ക്യൂറിയാക്കുമെന്നും സുപ്രീംകോടതി. ഭീഷണി സന്ദേശം ലഭിച്ചത് യങ് ലോയേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് നൌഷാദ് അഹമ്മദ് ഖാന്. പലയിടങ്ങളിൽ നിന്നായി ഫോണിലൂടെ ഭീഷണി സന്ദേശം വന്നു എന്ന് കാട്ടി നൌഷാദ് ഡൽഹി പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തരകൻസ് റോയൽ ജ്വല്ലറി. പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. സ്വർണം ഗ്രാമിന് 2430 രൂപ. പവൻ 19,440 രൂപ. വെള്ളി ഗ്രാമിന് 36.76 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് തരകൻസ് റോയൽ ജ്വല്ലറി. പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.